ജീവിതം അതേ പറഞ്ഞു നമ്മുടെ ജീവൻ പോകാതിരിക്കാൻ നമ്മൾ മാത്രം ശ്രദ്ധിച്ചോളൂ. വേറെ ഒരു സാധനമില്ല. നിയമവും സാധനം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കരുത്. അവനവൻ്റെ ജീവനെ അവനെ നോക്കിക്കോളും. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ്. മനുഷ്യൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിടവുമില്ല. ഉമ്മ കുറേ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അവിടെയാണ് കടിച്ചു കയറാൻ ആൾക്കാരിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും നമ്മളുദ്ദേശിച്ചിട്ടോ ഉള്ള ഒരു പരിപാടി ആരും അതൊന്നും ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് റിയാലിറ്റി. ആരും ഇതിനെക്കുറിച്ചൊന്നും അല്ല, ആരും ഇതിനകത്തൊന്നും വലിയ ബോധറേഷനൊന്നുമില്ല. പട്ടി എത്ര പേരായി അടുത്ത കാലത്ത് പട്ടിയുടെ കടി കൊണ്ട് വെറുതെ പട്ടിയുടെ കാര്യം ഈ ലോകത്തിലെവിടെ നമ്മൾ പുറത്തെ രാജ്യത്തൊക്കെ എവിടെയും പോയിട്ടില്ല. എവിടെയെങ്കിലും ഇതുപോലെ അലഞ്ഞിരുന്ന് റോഡ് കളിച്ച് പട്ടി തലക്കുമ്പോൾ ഓടുവാണോ? എവിടെ 100-200 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഗൾഫിൽ എവിടെയെങ്കിലും പട്ടി ഇങ്ങനെ നടപ്പുണ്ടോ? ഇല്ല. മറ്റേതെങ്കിലും രാജ്യത്ത് നടപ്പുണ്ടോ? ഇവിടെ നമ്മൾ റോഡ് മുഴുവൻ പട്ടിയാണ്. അപ്പോൾ ഒരുത്തിനും ഉത്തരവാദിത്തമില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ വേറെ പലയിടത്താണെങ്കിൽ റോഡിൽ കൂടെ പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെയും ഇതിലുള്ള അധികാരത്തിലുള്ള സ്ഥലമാണ്. അവിടുന്ന് ഒരു കടി കിട്ടിയ കോമ്പൻസേഷൻ സർക്കാർ പൈസ കൊടുക്കണം. അല്ലാതെ എങ്ങനെയാണ് കൊച്ചു കുട്ടികളെ കടിച്ച് പറിച്ച് നിരപ്പായിക്കൊണ്ട് ഇതിലൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല. ആരോടാണ് ചോദിക്കുന്നത്? ഒരു മനുഷ്യനില്ല. മനുഷ്യൻ നമ്മുടെ ജീവിതം അതേ പറഞ്ഞു നമ്മുടെ ജീവൻ പോകാതിരിക്കാൻ നമ്മൾ മാത്രം ശ്രദ്ധിച്ചോളൂ. വേറെ ഒരു സാധനമില്ല. നിയമവും സാധനം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ കിടക്കരുത്. അവനവൻ്റെ ജീവനെ അവനെ നോക്കിക്കോളും. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയാണ്. മനുഷ്യൻ്റെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിടവുമില്ല. ഉമ്മ കുറേ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അവിടെയാണ് കടിച്ചു കയറാൻ ആൾക്കാരിരിക്കുന്നത്. അല്ലാതെ ഇതൊന്നും നമ്മളുദ്ദേശിച്ചിട്ടോ ഉള്ള ഒരു പരിപാടി ആരും അതൊന്നും ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് റിയാലിറ്റി. ആരും ഇതിനെക്കുറിച്ചൊന്നും അല്ല, ആരും ഇതിനകത്തൊന്നും വലിയ ബോധറേഷനൊന്നുമില്ല. പട്ടി എത്ര പേരായി അടുത്ത കാലത്ത് പട്ടിയുടെ കടി കൊണ്ട് വെറുതെ പാവം കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ ചെറുപ്പക്കാരാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ പട്ടിയെ കണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പേടിച്ച് റോഡിൽ കൂടെ നടന്ന ഓർമ്മയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങളിൽ നിന്ന് പേടിച്ച് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഒരു ഉത്തരവാദിത്തവും ഇല്ല. അത് മരുന്ന് കുത്തി വെക്കുന്നതിന് പേ വരുന്നു. ഇതൊക്കെ എന്ത് സാധനമാണ്? ഇന്ന് യാതൊരു പട്ടിയുടെ അതേ പറഞ്ഞേ ഒരു പട്ടിയോ പന്നിയോ ആയിട്ട് ജീവിച്ചാൽ പോലും ഇതിനേക്കാൾ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു ഇവിടെ. അതാണ് നമ്മുടെ അവസ്ഥ കഷ്ടകാലത്തിൽ. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലൊക്കെ താമസിക്കുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചു എന്ത് റിസ്ക്കാണ്. പുറത്തോടെ വരുമ്പോഴത്തേന് പട്ടി പുലി പോലും വരുന്നത്. അകത്തേക്ക് കയറുമ്പോൾ അകത്തുനിന്ന് സ്വീകരിക്കാൻ രാജവമ്പാലം ഇങ്ങോട്ട് നിൽക്കുന്നു. അത് വളരെ ദുഃഖകരമാണ്.